പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമീപകാലത്തായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നാണ് എന്ന ഒരു അവസ്ഥ. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മദ്യം വലിയ സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ചെലുത്തുന്നുണ്ട് എന്നാണ്. മദ്യത്തിൻ്റെ സ്വാധീനം കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഏതാണ്ട് 1000-നടുത്ത് ബാറുകളാണ് കേരളത്തിൽ ഇടതുപക്ഷം അനുവദിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മേഖലയും മദ്യത്തിൽ നിന്നുള്ള നികുതിയാണ്. അപ്പോൾ ഒരു വശത്ത് മദ്യവർജനമെന്ന് പറഞ്ഞുകൊണ്ട്, മറുവശത്ത് മദ്യം വ്യാപകമാക്കി ജനങ്ങളെ കുടിയന്മാരാക്കി കുടുംബത്തിലൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിൽ ഈ വിജയൻ്റെ 10 വർഷത്തെ ഭരണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്യത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനടുത്ത കാലമായി കേരള സമൂഹത്തെ ഏറ്റവും അതിഗുരുതരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് എന്ന ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സുഹൃത്തുക്കളെ സംശയം? ഈ മയക്കുമരുന്നിന് മദ്യത്തെ അപേക്ഷിച്ചുള്ള ഗുണം എന്താ? വളരെ ലളിതമാണ്. മദ്യമാണെങ്കിൽ നമ്മൾ എവിടെ പോയെങ്കിലും നിന്ന് ക്യൂ മേടിച്ച് കുപ്പിയില്ലാത്ത കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇരുന്ന് അടിച്ചിട്ട് പോകണം മദ്യമാണെങ്കിൽ. എന്നാൽ മയക്കുമരുന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മയക്കുമരുന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി രഹസ്യമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കഴിക്കുന്ന മയക്കുമരുന്നുണ്ട്, നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്ന മയക്കുമരുന്നുണ്ട്, നമ്മുടെ ദേഹത്തൊരു പരിക്ക് പറ്റിച്ചിട്ട് അതിനകത്ത് ചേർത്ത് വെക്കുന്ന മയക്കുമരുന്നുണ്ട്, നെറ്റിയിൽ പൊട്ടായി ഒട്ടിക്കുന്ന മയക്കുമരുന്നുണ്ട്. അങ്ങനെ ഒരു പിടി മയക്കുമരുന്നുകൾ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നവ കേരള പൊതുമണ്ഡലത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിന് ഒറ്റപ്പിടി കണക്കുകളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചെറുപ്പക്കാർ വലിയ തോതിൽ മയക്കുമരുന്നിന് അടിമകളാകുന്നു എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു, സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും, പെൺകുട്ടികളുടെ ഇടയിൽ പോലും, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ പോലും മയക്കുമരുന്ന് വ്യാപകമാകുന്നത് സംബന്ധിച്ചിട്ടുള്ള കഥകൾ ദൈനംദിനമായി വർഷങ്ങളായി പത്രത്തിൽ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കുടുംബങ്ങളിലൊക്കെ വലിയ തോതിൽ മയക്കുമരുന്ന് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ മയക്കുമരുന്നിനെ ചെറുക്കുന്ന നടപടികൾ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സർക്കാരുകൾ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ വിജയൻ്റെ ഗവൺമെൻറ്റും വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ മയക്കുമരുന്നിനെ എതിർക്കുന്ന നടപടികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ കടലാസിൽ ഒതുങ്ങിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. പ്രതിപക്ഷവും പലപ്പോഴും ഒക്കെ ഈ മയക്കുമരുന്ന് വിരുദ്ധ നടപടികൾ എന്നൊക്കെ പറഞ്ഞ് വാചാടോപം നടത്തുമെങ്കിലും ഫലത്തിൽ അതുമൊന്നും ഒരു ഇമ്പാക്റ്റും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. മറുവശത്ത് മയക്കുമരുന്ന് ലോബി അതിശക്തമായി കൊണ്ടിരിക്കുകയായിരുന്നു. അതിശക്തമായിട്ടുള്ള മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വികസിച്ചു വരികയായിരുന്നു. കുടുംബങ്ങളിലൊക്കെ വലിയ പ്രശ്നമായി ഇത് ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ ഇതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് കുടുംബങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനെതിരെയുള്ള നടപടികളൊക്കെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യവുമായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു രാഷ്ട്രീയ നേതാവ് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഇറങ്ങിയ രാഷ്ട്രീയ നേതാവ് അതിറങ്ങുന്ന സമയത്ത് ഒരു MLA മാത്രമായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് പല സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്, MP ആയിരുന്നിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്, KPCC പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹമെങ്കിലും അദ്ദേഹം ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് ആരംഭം കുറിക്കുമ്പോൾ അദ്ദേഹം വെറുമൊരു MLA മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു ആർജവം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. മയക്കുമരുന്നിനെതിരെ എന്തെങ്കിലും ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം, നടപടിയെടുക്കണം, അതുകൊണ്ട് ഗുണമുണ്ടാകണം എന്നുള്ള ഇച്ഛാശക്തി, ഒരു ആർജവം,
ഒരു ഇൻറ്റഗ്രിറ്റി ആ നിലയിൽ ഉള്ള ഒരു നേതാവായിരുന്നു. ആ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടമായി ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. അദ്ദേഹം എനിക്ക് തോന്നുന്നൊരു സന്നദ്ധ സംഘടനയെ മറ്റും രൂപീകരിച്ച് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ എല്ലാ ജില്ലകളിലും ഈ മയക്കുമരുന്നിനെതിരായിട്ട് അദ്ദേഹത്താൽ കഴിയുന്ന നിലയിലുള്ള അവബോധം നടത്തിയത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അവബോധ പ്രവർത്തനങ്ങളിൽ ഓരോ ജില്ലയിലുമൊക്കെ പങ്കെടുത്തത്. എനിക്കൊന്ന് എറണാകുളത്ത് അവിടെയൊക്കെ നടത്തിയ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ 4000-5000 പേരൊക്കെ പങ്കെടുത്തതൊക്കെ ഞാൻ ആ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് തന്നെ ആ നേതാവിനോടൊരു ബഹുമാനം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഈ മദ്യവർജനം മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തനമൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ ഒതുക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതാവ് അത് പ്രസംഗങ്ങളിൽ ഒതുക്കാതെ തനിക്കൊരു അധികാര സ്ഥാനവും ഇല്ലാതിരുന്ന സമയത്തും താൻ ആരുമല്ലാതിരുന്ന സമയത്തും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുന്നുണ്ടല്ലോ എന്ന് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ആ നേതാവിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ പരിപാടിയിൽ അദ്ദേഹം ഇടപെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹം എല്ലാ ജില്ലകളിലേക്കും കടന്നു ചെന്ന് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഈ വികാരം ജനങ്ങളുടെ ഇടയിൽ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. അങ്ങനെ വേറെ ഒരു രാഷ്ട്രീയ നേതാവ് ഏർപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ CPM-നൊക്കെ അങ്ങനെ ഏർപ്പെടാൻ കഴിയാഞ്ഞിട്ടാണോ? ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുള്ള ആയിരക്കണക്കിന് പാർട്ടി ബ്രാഞ്ചുകളുള്ള CPM-ന് ഈ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലും എത്തിക്കാനുള്ള സംവിധാനം അവർക്കുണ്ടായിരുന്നില്ല. അവരെല്ലാം ചെയ്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഊർജ്ജസ്വലനായ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ടായിരുന്നല്ലോ, അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ഒരധികാര സ്ഥാനത്തും ഇരിക്കാതിരുന്ന ഒരു സാധാരണ MLA ആയിട്ടുള്ള രമേശ് ചെന്നിത്തല എല്ലാ ജില്ലകളിലേക്കും കടന്നു ചെന്ന് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായിരുന്നു എന്നെനിക്ക് ആ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ നേതാവ് ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയായി ചുമതലയേറ്റു. എനിക്ക് 2-3 ആഴ്ച കാലമായിട്ടു. അപ്പോൾ താൻ ഒരധികാരവും ഇല്ലാതിരുന്നപ്പോൾ തുടർന്നുകൊണ്ടിരുന്ന ആ ഒറ്റയാൾ പോരാട്ടം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ അദ്ദേഹം അതൊരു സർക്കാർ തല പദ്ധതിയാക്കി മാറ്റി അതിലേക്ക് സഗൗരവം ഇറങ്ങിയെന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. തൂഫാൻ എന്നും പറഞ്ഞിട്ട് ഒരു മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം, കേരളത്തെ മയക്കുമരുന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം. ആ പോരാട്ടം അദ്ദേഹം റൈറ്റ് ഫ്രം ദ വേർഡ് ഗോ എന്ന് പറയുന്നത് പോലെ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന ദിവസം മുതൽ തന്നെ ആ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമല്ലേ സുഹൃത്തുക്കളെ? അതിനിപ്പോൾ വലിയ പിന്തുണയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്. സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും പോലീസ് കടന്നു ചെന്ന് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നീക്കങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് മാഫിയകളെ അവരുടെ സോഴ്സിൽ ചെന്ന് പിടിക്കാനുള്ള നീക്കങ്ങൾ പോലും അദ്ദേഹം ഇപ്പം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. എൻ്റെ വീടിനൊക്കെ അടുത്ത് വരെയുള്ള ചെറിയ ചില ഷെഡുകൾ, ദുരൂഹമായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ വരെയും വന്ന് പോലീസ് കയറുന്നു. കിലോ കണക്കിന് ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ താൻ എന്താണോ തനിക്ക് അധികാരമില്ലാതിരുന്നപ്പോൾ ചെയ്തിരുന്നത്, അത് താൻ അധികാരത്തിൽ കയറി ആ കസേരയിൽ ഇരുന്ന ദിവസം മുതൽ തന്നെ അദ്ദേഹം പ്രാവർത്തികമാക്കി തുടങ്ങി എന്നുള്ളത് അതൊരു പുതിയ ഒരു ശൈലിയാണ്, പുതിയൊരു രീതിയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുക. രാഷ്ട്രീയക്കാരെല്ലാം മിക്കവാറും ഇരട്ടത്താപ്പിൻ്റെ ആളുകളാണ്. അവരോരോന്നൊക്കെ പറയും, അത് കഴിഞ്ഞിട്ട് അവർ അധികാരത്തിൽ കയറുമ്പോൾ അവരവരുടെ വഴിക്ക് അതാണ് നമ്മൾ കാണും. അതിൽ നിന്നും വ്യത്യസ്തനാണ് രമേശ് ചെന്നിത്തല എന്ന് എനിക്ക് മനസ്സിലാവും. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പുളപ്പുണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചിരിച്ച് ഇരിക്കുന്ന ആളല്ല. അദ്ദേഹം അധികാരത്തിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിന് വലിയ കയ്യടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രമേശ് ചെന്നിത്തലയോട് വളരെ നന്ദിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ മക്കളും അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നേരിട്ട് കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയിൽ നിന്ന് ആ കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് രമേശ് ചെന്നിത്തല ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ പിന്തുണ അധികാരത്തിൽ കയറി 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മന്ത്രിസഭയിൽ ഇന്ന് നമ്മൾ ഈ 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ എടുത്താൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ ശത്രുക്കളും മിത്രങ്ങളും ഒരുമിച്ച് പറയും അത് രമേശ് ചെന്നിത്തല തന്നെയാണ്, ആഭ്യന്തരമന്ത്രി തന്നെയാണ്. CPM-ൻ്റെ പ്രവർത്തകർ പോലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കൈയടിക്കുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള
ഈ പോരാട്ടം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനങ്ങളുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്.